പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി അതിന് ഒരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിൽ ഒരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രായേലിനെയും യെരൂശലേമിൽ കൂട്ടിവരുത്തി. ദാവീദ് അഹരോന്റെ പുത്രന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി. കെഹാത്യരിൽ പ്രധാനിയായ ഊരിയേലിനെയും അവന്റെ സഹോദരന്മാരായ 120 പേരെയും, മെരാര്യരിൽ പ്രധാനിയായ അസായാവെയും അവന്റെ സഹോദരന്മാരായ 220 പേരെയും, ഗേർഷോമിയരിൽ പ്രധാനിയായ യോവേലിനെയും അവന്റെ സഹോദരന്മാരായ 130 പേരെയും, എലീസാഫാന്യരിൽ പ്രധാനിയായ ഷെമയ്യാവെയും അവന്റെ സഹോദരന്മാരായ 200 പേരെയും, ഹെബ്രോന്യരിൽ പ്രധാനിയായ എലീയേലിനെയും അവന്റെ സഹോദരന്മാരായ 80 പേരെയും, ഉസിയേലിൽ പ്രധാനിയായ അമീനാദാബിനെയും അവന്റെ സഹോദരന്മാരായ 112 പേരെയും തന്നെ. ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബിയാഥാരിനെയും, ഊരിയേൽ, അസായാവ്, യോവേൽ, ഷെമയ്യാവ്, എലീയേൽ, അമീനാദാവ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ. നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിനൊരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവിൻ. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരേഖ്യാവിന്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരാര്യരിൽ കുശായാവിന്റെ മകനായ ഏഥാനെയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ ഷെഖരിയാവ്, ബേൻ, യാസിയേൽ, ഷെമീരാമോത്ത്, യഹിയേൽ, ഉന്നി, എലിയാബ്, ബെനായാവ്, മൈസേയാവ്, മത്തിത്യാവ്, എലീഫേലെഹു, മിഗ്നേയാവ്, ഓബേദേദോം, യെയീയേൽ എന്നിവരെ വാതിൽ കാവൽക്കാരായും നിയമിച്ചു. സംഗീതക്കാരായ ഹേമാനും ആസാഫും ഏഥാനും താമ്രം കൊണ്ടുള്ള കൈത്താളങ്ങളെയും ഷെഖരിയാവ്, അസിയേൽ, ഷെമീരാമോത്ത്, യഹിയേൽ, ഉന്നി, എലിയാവ്, മൈസേയാവ്, ബെനായാവ് എന്നിവർ അലാമോത്ത് രാഗത്തിൽ വീണകളെയും ധ്വനിപ്പിപ്പാനും, മത്തിത്യാവ്, എലീഫേലേഹു, മിഗ്നേയാവ്, ഓബേദേദോ, യെയീയേൽ, അസസ്യാവ് എന്നിവർ ഷെമീനീത്ത് രാഗത്തിൽ കിന്നരം വായിപ്പാനും നിയമിക്കപ്പെട്ടിരുന്നു. വാഹകന്മാരായ ലേവ്യരിൽ പ്രധാനിയായ കെനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു. അവനതിൽ സമർത്ഥനായിരുന്നു. ബെരഖ്യാവും എൽഖാനയും പെട്ടകത്തിന് വാതിൽ കാവൽക്കാർ ആയിരുന്നു. ഷെബന്യാവ്, യോശാഫാത്ത്, നെഥനയേൽ, അമാസായി, ശെഖരിയാവ്, ബെനായാവ്, എലേയാസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകത്തിനു മുമ്പിൽ കാഹളമൂതി. ഓബേദേദോമും യഹീയാവും പെട്ടകത്തിന് വാതിൽ കാവൽക്കാർ ആയിരുന്നു. ഇങ്ങനെ ദാവീദും ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ഓബേദേദോമിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി. യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. ദാവീദും പെട്ടകവാഹകന്മാരായ ലേവ്യരൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടെ വാഹക പ്രമാണിയായ കെനന്യാവും ക്ഷണപടം കൊണ്ടുള്ള അങ്കി ധരിച്ചു. ദാവീദ് ക്ഷണം കൊണ്ടുള്ള ഏഫോദ് ധരിച്ചിരുന്നു. അങ്ങനെ ഇസ്രായേലൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും തൂര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടും കൂടി കിന്നരവും വീണയും വായിച്ചുകൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ശൗലിന്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടി നോക്കി ദാവീദ് രാജാവ്
നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. വായിച്ചതായ തിരുവചനങ്ങൾ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകട്ടെ. ആമേൻ.